നമസ്കാരം. വിത്ത് ദ ലീഡർ പരിപാടി തുടങ്ങുകയാണ്. ബഡ ഫൈറ്റർ എന്ന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വിശേഷിപ്പിച്ച കെ സുരേന്ദ്രനാണ് ആദ്യത്തെ അതിഥി. അധികം മുഖവരിയും വിശേഷണങ്ങളുമില്ല. സ്വാഗതം ജൻ ടിവിയിലേക്ക് ശ്രീ സുരേന്ദ്രൻ. ഞങ്ങൾക്ക് സർപ്രൈസ് ആയിരുന്നു, അങ്ങേക്ക് സർപ്രൈസ് ആയിരുന്നു ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന്റെ ഒരു 3 ദിവസം മുമ്പ് വരെ എനിക്കും സർപ്രൈസ് ആയിരുന്നു. 3 ദിവസം മുമ്പ് എന്നെ ദില്ലിയിലേക്ക് വിളിപ്പിക്കുകയും ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കണമെന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ട് പ്രഖ്യാപിച്ച ദിവസം എനിക്ക് സർപ്രൈസ് ഉണ്ടായിരുന്നില്ല, പക്ഷെ ബാക്കി എല്ലാവർക്കും സർപ്രൈസ് ആയിരുന്നു. തട്ടകത്തിലേക്കുള്ള മടക്കമാണെന്ന് പലർക്കും അറിയില്ല. വയനാടുമായിട്ടുള്ള ശ്രീ കെ സുരേന്ദ്രന്റെ ബന്ധം. വയനാട്ടിലാണ് ഞാൻ എന്റെ പൊതുജീവിതം ആരംഭിക്കുന്നത്. വിദ്യാർത്ഥി പരിഷത്തിന്റെ മുഴുവൻ സമയ പ്രവർത്തകനായി പാലക്കാട് നിന്ന് തിരിച്ചു പോയതിനു ശേഷം ഞാൻ നേരെ പോകുന്നത് വയനാട്ടിലേക്കാണ്. എൻ്റെ സഹോദരന്മാരൊക്കെ അവിടെയായിരുന്നു. അപ്പോൾ അവിടെ കുറച്ചു കാലം ഒരു കോഫി എസ്റ്റേറ്റിൽ ഞാൻ ജോലി ചെയ്തിരുന്നു. ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് വയനാട് ജില്ലാ യുവമോർച്ച അധ്യക്ഷനായിട്ട് എന്നെ തീരുമാനിക്കുന്നത്. അതിനുശേഷം യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്ന കാലം ഏതാണ്ട് 10 കൊല്ലത്തോളം ഞാൻ പൂർണ്ണമായിട്ടും വയനാട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് വയനാട് എനിക്ക് ഒരു വളരെ എന്താ പറയുക അടുത്ത് പരിചയം. ഇപ്പോൾ അവിടെ പോകുമ്പോഴാണ് ഇപ്പോൾ എല്ലാവരെയും കാണാൻ സാധിച്ചു എന്നുള്ളത്. പഴയ കാലത്ത് കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചവർ, താമസിച്ച വീടുകൾ, ആദിവാസി ഊരുകൾ, അവിടെയൊക്കെ എനിക്ക് ഒരു എന്താ പറയുക വല്ലാത്തൊരു നൊസ്റ്റാൾജിയ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ശ്രീ കെ സുരേന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ അത് പത്തനംതിട്ടയിലായിരിക്കും എന്നൊരു പൊതുധാരണ. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ്, സീറ്റ് വിഭജനത്തിന് മുമ്പ് ഞങ്ങൾ മാധ്യമപ്രവർത്തകർ ചില സീറ്റ് വിഭജനമൊക്കെ നടത്തുമായിരുന്നു. ആ കണക്കൂട്ടലിൽ പത്തനംതിട്ട, കാര്യം അതിനൊരു കാരണവും ഉണ്ടായിരുന്നു. 7% നിന്ന് 14%, 14 നിന്ന് ഏതാണ്ട് 29%. പിന്നെ ഒരു ഫൈറ്റർ എന്നുള്ളൊരു ഇമേജോട് കൂടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് വിശ്വാസികളുടെ മുഴുവൻ അമർഷവും സർക്കാരിനെതിരെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമയത്തുണ്ടാക്കിയ ഒരു നേട്ടം. അപ്പം ആ 29 നിന്ന് മുന്നോട്ട് കുതിക്കാനായി അവിടെ എത്തുമെന്നായിരുന്നു പ്രതീക്ഷ. ആ തീരുമാനം അല്ല, അത് നാച്ചുറൽ. കാരണം എന്റെ ഒരു നാച്ചുറൽ കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് അതാണല്ലോ വരുന്നത്. പക്ഷെ ഞാൻ നേരത്തെ തന്നെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ചുമതല ഏറ്റെടുക്കണമെന്ന് എന്റെ അഭ്യർത്ഥന അത് അവർ സ്വീകരിക്കുകയാണ് ചെയ്തത്, പാർട്ടി നേതൃത്വം. പക്ഷെ അവസാന നിമിഷം വയനാട്ടിൽ ശക്തമായിട്ടുള്ള ഒരു മത്സരം വേണം. അവിടെ ഈ IND മുന്നണിയുടെ നിരർത്ഥകത, അവർ പരസ്പരം മത്സരിക്കുന്നതിൻ്റെ ലോജിക്ക് ജനങ്ങൾ ശരിയായ നിലയിൽ ചർച്ച ചെയ്യുന്നുവെന്ന് പാർട്ടി വിലയിരുത്തിയപ്പോഴാണ് അവിടെ IND മുന്നണിക്കെതിരായിട്ടുള്ള NDAയുടെ ഒരു ശക്തമായിട്ടുള്ള മത്സരം വേണം എന്ന് പാർട്ടി തീരുമാനിക്കുന്നത്. പാർട്ടിയുടെ അച്ചടക്കമുള്ള ഒരു പ്രവർത്തനം എന്നുള്ള നിലയിൽ അത് ഞാൻ ശിരസാ വഹിച്ചു. എന്നെ സംബന്ധിച്ച് ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം വളരെ കുറഞ്ഞ ഒരു വോട്ടിൽ നിന്ന് അവിടെ വിജയിക്കാൻ ആവശ്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് എൻ്റെ പൊതുജീവിതത്തിൽ തന്നെ, രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ ഒരു വളരെ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഈ കോട്ടയം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, ഇങ്ങനെ തെക്കൻ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും കാര്യമായ വളർച്ച കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു. അവിടെ നിന്ന് മോദി ഫാക്ടറിനപ്പുറം പ്രധാന പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ആ വോട്ട് ശക്തി അല്ലെങ്കിൽ ആ പെർസെന്റേജ് വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടായോ? അതിൽ ആത്മവിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായിട്ടുള്ള മോദി അനുകൂല തരംഗമുണ്ട്. കാരണം മോദി ഫാക്ടർ ഏറ്റവും ശക്തമായിട്ട് പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ തന്നെ മോദിജിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. കാരണം ഇവിടെ കമ്പയർ ചെയ്യാൻ നല്ല അവസരമാണിത്. LDF UDF ഗവൺമെന്റുകളും എങ്ങനെയാണ് മോദി ഗവൺമെന്റ് പ്രവർത്തിക്കുന്നുള്ളതും ശരിക്കും ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ അന്തരീക്ഷത്തിൽ നിന്ന് നേരെ വലിയൊരു മാറ്റമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ പ്രതിഫലനം സ്വാഭാവികമായിട്ടും വയനാടുണ്ട്. വയനാട് കുറച്ചുകൂടി കൂടുതലാണത്. കാരണം അവിടെ ഒരു സ്ഥിരം MP ഇല്ല എന്നുള്ള ഫീലിംഗ് വളരെ ഇടയിൽ ജനങ്ങൾക്കിടയിൽ ശക്തമാണ്. ഒരുപാട് പ്രതിസന്ധികളുള്ള ഒരു മണ്ഡലമാണ്. അവിടെ യഥാർത്ഥത്തിൽ മോദിയെ ജനങ്ങൾ സ്വീകരിച്ചു. ഇപ്പോൾ ആൾക്കാർ പറയുന്നത് വെൽക്കം മോദി, ബൈ ബൈ രാഗ എന്നാണ്. അവിടുത്തെ എല്ലാ ചെറുപ്പക്കാരുടെ ഇടയിലും ആൾക്കാരുടെ ഇടയിലും ഉള്ളതാണ്. മോദിയെ സ്വാഗതം ചെയ്യാം, രാഹുൽ ഗാന്ധിക്ക് യാത്രയയക്കിപ്പോൾ നൽകാമെന്നുള്ള ഒരു ഫീലിംഗിലാണ് ജനങ്ങളുള്ളത്. ഏറ്റവും ഒടുവിലത്തെ സർട്ടിഫിക്കറ്റ് വന്നത് സാക്ഷാൽ EP ജയരാജനിൽ നിന്നാണ്. അടിപൊളി സ്ഥാനാർത്ഥികളാണ് BJPയുടേത്, NDAയുടെ. അദ്ദേഹം ചിലപ്പോൾ സത്യം പറയുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ആ സത്യം അദ്ദേഹം തുറന്നു പറഞ്ഞതിന് ഞാൻ അദ്ദേഹത്തിനോട് നേരത്തെ നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെയാണ് എല്ലാ മണ്ഡലങ്ങളിലും BJP നിർത്തിയിരിക്കുന്നത്. വിജയിക്കാൻ തന്നെ തീരുമാനിച്ചുറച്ച ഒരു മത്സരമാണിത്. പ്രധാനമന്ത്രി മോദിയുടെ ഒരു പ്രധാനപ്പെട്ട വളരെ ശ്രദ്ധേയമായ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു പദ്ധതിയായിരുന്നു ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തു നോക്കി. ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റിനോട് ഉദ്ദേശിക്കുമ്പോൾ ഈ നീതി ആയോഗ് ചില മാനദണ്ഡങ്ങൾ, ചില ഗൈഡ് ലൈൻസ് തീരുമാനിച്ചു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഹെൽത്ത്, ന്യൂട്രീഷൻ, ആരോഗ്യം, പോഷകാഹാരം അല്ലെങ്കിൽ അതിന്റെ കുറവ്, വിദ്യാഭ്യാസം, കൃഷി, ജലം, നൈപുണ്യ വികസനം. ശരിക്കും പറഞ്ഞാൽ ആ ഗൈഡ് ലൈൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ടിപ്പിക്കലി അതിനർഹമാകുന്ന ഒരു ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും അതിനർഹമായിട്ടുള്ള ജില്ലയാണ് വയനാട്. ആസ്പിറേഷണൽ ജില്ലയെ പ്രഖ്യാപിച്ച ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം
അവിടുത്തെ MP ആണ് ഇത് ഫോളോ അപ്പ് ചെയ്യേണ്ടത്. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിലാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെങ്കിലും MP ആണ് എല്ലാ ആസ്പിറേഷനും ജില്ലയുടെ പ്രവർത്തനങ്ങളും ഫോളോ അപ്പ് ചെയ്യുന്നത്. നോക്കൂ, നമ്മുടെ കേന്ദ്ര മന്ത്രി സ്മൃതി ഇറാനിജി അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ സ്മൃതിജി 2 തവണ ഇതിന്റെ ഫോളോ അപ്പ് മീറ്റിംഗിന് വേണ്ടി മാത്രം വയനാട്ടിൽ വന്നു. പക്ഷെ ഒറ്റൊരു മീറ്റിംഗിൽ പോലും രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല. എന്താണ് ആ പ്രോജക്റ്റ് എന്നുള്ളതിനെ കുറിച്ച് പോലും രാഹുൽ ഗാന്ധിക്ക് അറിയില്ല. രാഹുൽ ഗാന്ധി അതിന്റെ ഒരു ഫോളോ അപ്പ് നടത്തിയില്ല. മാത്രമല്ല, വയനാടിനെ സംബന്ധിച്ച് അദ്ദേഹം പാർലമെന്റിൽ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കുകയുണ്ടായി. വയനാടിനെ സംബന്ധിച്ച് ഒരു കാര്യത്തിലും, വയനാട് നേരിടുന്ന ഒരു വികസന പ്രശ്നങ്ങളിലും അദ്ദേഹത്തിന് ഇൻവോൾവ്മെന്റ് ഉണ്ടായില്ല. ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് എന്ന് പറയുമ്പോൾ ആദിവാസികൾ, പാവപ്പെട്ടവർ, കുടിയേറ്റ കർഷകർ, തൊഴിലാളികൾ, അങ്ങനെയൊക്കെ ധാരാളമായിട്ട് ഇത്രയും ഒരു വളരെ ഡൗൺ റോഡൻ ആയിട്ടുള്ള ഒരു ആൾക്കാരുടെ താമസിക്കുന്ന ഒരു മണ്ഡലമാണ്. ശരിക്കും രാഹുൽ ഗാന്ധിക്ക് നല്ല അവസരങ്ങളുണ്ടായിരുന്നു. കാരണം അദ്ദേഹം വലിയൊരു ആളാണ്, അദ്ദേഹത്തിന് സാധ്യതകളുണ്ടായിരുന്നു, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു സാധ്യതയും പ്രയോജനപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, എന്താ പറയുക, ഒരു തരത്തിൽ ഉദാസീനതയോടുകൂടിയാണ് അദ്ദേഹം കഴിഞ്ഞ 5 കൊല്ലം ആ മണ്ഡലത്തെ കണ്ടത്. അതിന്റെ പ്രതിഫലനം വളരെ ശക്തമാണ്. അത് സ്പെസിഫിക് ആയി പറഞ്ഞതുകൊണ്ട് കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തു നോക്കി അദ്ദേഹത്തിന്റെ സമ്മറി ഓഫ് ഇനിഷ്യേറ്റീവ്സ്. ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, ഒന്ന് അങ്ങേക്ക് തിരക്കുണ്ട്, അത് വായിക്കുന്നതിൽ അർത്ഥവുമില്ല. പക്ഷെ അതിലുള്ള 5 റോഡ് ടു, അതായത് വിവിധ മന്ത്രാലയങ്ങൾക്ക് RBIക്കും എഴുതി 2 റേസ് ദ ഇഷ്യൂ ഓഫ് നൈറ്റ് ട്രാഫിക്, റേസ് ദ ഇഷ്യൂ ഓഫ് നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽവേ ലൈൻ. കഴിഞ്ഞു. ബാക്കി കോവിഡ് റെസ്പോൺസ്, ഫ്ലഡ് റിലീഫ്, ഏത് മണ്ഡലത്തിലും എവിടെയും 28,000 കിലോ അരി, 2,000 മാസ്ക്, 50 തെർമൽ സ്കാനർ. ഒരു MP-യുടെ ദേശീയ തലത്തിൽ, രാജ്യാന്തര തലത്തിൽ അറിയപ്പെടുന്ന ഒരു MP-യുടെ അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ലിസ്റ്റാണ് ഈ 5 കത്തയച്ചു എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ഞാൻ അദ്ദേഹത്തെ ചലഞ്ച് ചെയ്യുന്നു. ഒറ്റ തവണ പോലും അദ്ദേഹം ഒരു മന്ത്രിയും കണ്ടിട്ടില്ല. ഇപ്പോ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഇത്രയും ശക്തമായിട്ടുള്ള ഒരു വിഷയമുണ്ട്. അദ്ദേഹം ഇതുവരെ വനം വകുപ്പ് മന്ത്രിയെ കണ്ടിട്ടില്ല. ഇവിടെ ഷാജി മരിച്ചപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ BJP കേരള ഘടകമാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്, ഭൂപേന്ദ്ര യാദവ്ജിയെ വിളിക്കുന്നത് മന്ത്രി. അദ്ദേഹം പിറ്റേ ദിവസം തന്നെ വയനാട്ടിൽ വന്നു, നമ്മളെല്ലാം അത് കൊടുത്തതാണ്. അദ്ദേഹം അതിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും കേന്ദ്രം എന്ത് ചെയ്തു, സംസ്ഥാനം എന്ത് ചെയ്തില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായിട്ട് വ്യക്തമാക്കി. നഞ്ചങ്കോട് റെയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വയനാട്ടിൽ മാത്രമാണ് അപൂർവം ജില്ലകളിൽ, ഇന്ത്യയിൽ തീവണ്ടി എത്താത്ത അപൂർവം ജില്ലകളിലൊന്ന് വയനാട് ജില്ല. അപ്പോൾ അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ തുടങ്ങിയ ഒരു പദ്ധതി, അത് ഇന്നേ വരെ എന്താ റെയിൽവേ മന്ത്രിയെ കണ്ടിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, അശ്വിനി വൈഷ്ണവ്ജി എത്ര MP-മാർ കണ്ടു, എന്തെല്ലാം പദ്ധതികൾ ഇവിടെ പല സംസ്ഥാനങ്ങളിൽ നടപ്പായി. ബാക്കിയുള്ള 19 MP-മാരെ നോക്കിയാലും അവരും പല ഘട്ടങ്ങളിലായിട്ട് മന്ത്രിമാരെ കണ്ടിട്ടുണ്ട്. ഇദ്ദേഹം ഏതോ കൊമ്പത്തിരിക്കുന്ന ഒരാളെ പോലെ ഒരു മന്ത്രിയെയും ഒരു ആവശ്യത്തിനും അദ്ദേഹം കണ്ടിട്ടില്ല, ഒരു റെപ്രസെന്റേഷനും അദ്ദേഹം കൊടുത്തില്ല. അദ്ദേഹം കത്തയച്ചു എന്ന് പറയുന്നു, 5 കത്തുകളാണ് അയച്ചെന്ന് പറയുന്നു. 5 വർഷത്തിനിടയിൽ 5 കത്തയക്കാൻ വയനാട്ടിലൊരു MP വേണോ? അദ്ദേഹം ഈ MP-യിലാണ് ചെലവഴിക്കുക, അത് തന്നെ മര്യാദയ്ക്ക് ചെലവഴിച്ചിട്ടില്ല. ചെലവഴിക്കുന്നത് ഒഴിച്ച് അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷനും വേണം. ഒരു ഫ്ലോപ്പ് MP എന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല, അദ്ദേഹം ഒരു അങ്ങേറ്റം ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു MP. നാച്ചുറൽ, അതിനെന്തിനാണ് ഒരു MP? ഇനിയൊന്ന് 2 കാര്യങ്ങൾ. ഒന്ന്, സ്മൃതി ഇറാനി ആണ് ഇവിടെ അങ്ങയുടെ അതിഥിയായി എത്തുന്നത്, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ. വലിയൊരു സന്ദേശമല്ലേ അത് വയനാടിനും കേരളത്തിനും നൽകുന്നത്? തീർച്ചയായിട്ടും. അതായത് എത്രയോ പതിറ്റാണ്ടുകൾ കാലം നെഹ്റു കുടുംബത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മണ്ഡലം എങ്ങനെയാണ് സ്മൃതി ഇറാനി അവിടെ അട്ടിമറി വിജയം നേടിയത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തുടങ്ങി അന്നു മുതൽ മത്സരിക്കാൻ തീരുമാനിച്ച ആ ദിവസം തന്നെ പറയുന്നു, അമേഠിയിലെ ജനങ്ങൾ എന്താണോ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയോട് കാണിച്ചത് അത് ഇത്തവണ വയനാട്ടിലെ ജനങ്ങൾ കാണിക്കും. അതിന്റെ പ്രത്യക്ഷമായിട്ടുള്ള പ്രതിഫലനങ്ങൾ ഞങ്ങൾക്ക് എല്ലായിടത്തും കാണാം. കഴിഞ്ഞ 6 ദിവസമായിട്ട് ഞാൻ പ്രചാരണം തുടങ്ങിയിട്ടുള്ളൂ. 6 ദിവസവും എൻ്റെ കൂടെ ചാനലുകളും പത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്, ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, മോദിക്ക് എത്രമാത്രം ആക്സെപ്റ്റൻസ് വയനാട്ടിലുണ്ട്, കേരളത്തിലുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക കൊടുത്ത 2ാം ഘട്ടം 3ാം ഘട്ടം ആവുമ്പോഴേക്കും രാഹുൽ ഗാന്ധിക്ക് അവിടെ വെള്ളം കുടിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ, സാമുദായികം, സാമൂഹികം, രാഷ്ട്രീയമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3+3+1, അത് 3 വയനാട്ടിൽ 3, മലപ്പുറത്ത് 3, 1 കോഴിക്കോട്. അതിൽ ഈ വയനാടിന് പുറത്തുള്ള ചില മണ്ഡലങ്ങളെങ്കിലും ഒരു BJP വിരുദ്ധ വികാരം ഉണ്ടെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോഴും മറ്റു മുന്നണികൾക്കുള്ളത്. 2 ചില വിഭാഗങ്ങളെങ്കിലും കണ്ണും പൂട്ടി കൈപ്പത്തിക്ക് വോട്ട് ചെയ്യും എന്നുള്ളൊരു വിശ്വാസവും അവർക്കുണ്ട്. അത് രാഷ്ട്രീയമായി തന്നെ നേരിടാനുള്ള പദ്ധതി അല്ല, അത് വളരെ ക്ലിയർ ആണല്ലോ. കാരണം രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് വയനാട് ഓപ്റ്റ് ചെയ്യുന്നുള്ള ചോദ്യമുണ്ട്. SDPI ഇപ്പോൾ കൂടിയിരിക്കുകയാണ്, PFI, മുസ്ലിം ലീഗ് നേരത്തെ ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, പിന്നെ അതുപോലത്തെ എല്ലാ സംഘടനകളുണ്ട്, സമസ്തയുണ്ട്, എല്ലാ സംഘടനകളുണ്ട്. ആ മുസ്ലിം വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ അമിത്ഷാജി ചോദിച്ചത്, ഈ മുസ്ലിം ലീഗിന്റെ കൂടെ അല്ലാതെ വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക്, കാരണം ഇത് വളരെ വ്യക്തമാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും പിന്തുണയ്ക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കെതിരായ അപ്പുറത്തും ജനവികാരമുണ്ട്. നമ്മൾ ഡെമോഗ്രഫിക്കലായിട്ടുള്ള കണക്കുകൾ നോക്കിയാൽ അത് തിരിച്ചും പ്രതികരണങ്ങളുണ്ട്. കാരണം
ഹിന്ദു സമുദായം അത്രയധികം അവഗണിക്കപ്പെട്ട ഒരു സമുദായം, വനവാസികൾ, അവരുടെ ഒരു ഇപ്പം ന്യൂട്രീഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, കുട്ടികളുടെയൊക്കെ അവസ്ഥ, പിന്നെ വനമേഖലയിൽ താമസിക്കുന്നവരുടെ ദുരിതങ്ങൾ, ഇതൊക്കെ അവിടെ വളരെ പ്രസക്തമാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ടല്ലോ, വേറൊരു മതന്യൂനപക്ഷം കൂടി അവിടെ ഉണ്ട്. രാഹുൽ ഗാന്ധിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ PFI ഈ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൂട്ടക്കൊല ചെയ്യും, ഞങ്ങൾ അവരെ വംശഹത്യ നടത്തും, അരിയും മലരും കരുതിക്കോ കുന്തിരിക്കവും കരുതിക്കോ എന്ന് പറഞ്ഞ ആൾക്കാരെ കൂടെ രാഹുൽ ഗാന്ധി കൂടുമ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ധാരാളം ചോദ്യങ്ങൾക്ക് അവിടെ ഉത്തരം പറയാനുണ്ട്. അദ്ദേഹം പറയുമെന്ന് എനിക്കറിയില്ല. ഉദാഹരണത്തിന് അദ്ദേഹം ഇപ്പോൾ സെക്യുലറിസത്തെക്കുറിച്ചാണ് താങ്കൾ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു, ഞാൻ വലിയ മതേതരവാദിയാണ്, ഞാൻ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളാണെന്ന്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആൾ എപ്പോഴും വൺ സൈഡഡ് ആണ്. ഇപ്പോൾ നോക്കൂ, അയോധ്യയിൽ സുപ്രീം കോടതി വിധി അനുസരിച്ച് അവിടെ പവിത്രമായിട്ടുള്ള ഭവ്യമായിട്ടുള്ള രാമക്ഷേത്രം ഉയർന്നു. ഞാൻ രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നത്, 5-6 ലക്ഷം രാമഭക്തന്മാർ വയനാട്ടിലുണ്ട്. രാമായണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് വയനാട്. സ്ഥലനിർണയം നടത്തിയാൽ ശ്രീരാമൻ വന്ന സ്ഥലമാണ്, സീതാദേവിയും ലവകുശന്മാരും നടന്ന സ്ഥലമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സീതാ ലവകുശ ക്ഷേത്രമുണ്ട് അവിടെ. അങ്ങനെ വേറെ എവിടെയും അങ്ങനത്തെ ക്ഷേത്രങ്ങൾ ഒരുമിച്ചില്ല. എനിക്ക് രാഹുൽ ഗാന്ധിയോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതുവരെ അയോധ്യയിൽ പോകാത്തത്? ഞാൻ മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരോടോ അല്ലെങ്കിൽ CPM നേതാക്കന്മാരോട് ചോദിക്കില്ല. രാഹുൽ ഗാന്ധി വലിയ 3 അക്ക കുറിയും തൊട്ട് ഭസ്മവും വരച്ച് ഞാൻ ശിവഭക്തനാണ്, ഞാൻ രാമഭക്തനാണ്, ഞാൻ വിഷ്ണു ഭക്തനാണെന്നൊക്കെ ഓരോ തെരഞ്ഞെടുപ്പിലും പറയുന്ന ആളാണ്. ആ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് അയോധ്യയിൽ ദർശനം നടത്താത്തത്? ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിൻ്റെ പ്ലാൻ വയനാട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അയോധ്യയിൽ പോകുന്നതാണ്. കാരണം അവിടുത്തെ ആൾക്കാരെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ അയോധ്യയിൽ 5-6 ലക്ഷം വരുന്ന രാമഭക്തന്മാരോട് നിങ്ങൾ എന്ത് നീതിയാണ് കാണിക്കുന്നത്? നിങ്ങളുടെ മതനിരപേക്ഷ ചിന്താഗതി വൺ സൈഡഡ് അല്ലെങ്കിൽ താങ്കൾ പോകണമല്ലോ. എന്തുകൊണ്ടാണ് വയനാട് ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പ്, കേരളത്തിലെ ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പ് പോകാത്തത്? സാധിക്കില്ല. കാരണം മുസ്ലിം ലീഗിൻ്റെ തടവറയിലാണ്, ഇപ്പോൾ PFIയുടെ തടവറയിലാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ തടവറയിലാണ്. അദ്ദേഹം ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ആളാണ്. മറുവിഭാഗം ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. SDPI കൂടി ഞങ്ങൾ ചോദിക്കാതെ പിന്തുണ തന്നു എന്ന് പറയുന്നു. പക്ഷെ വ്യക്തമാണ് SDPI വർഗീയ പാർട്ടിയാണോ എന്നുള്ള ചോദ്യത്തിൽ നിന്ന് KPCCയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ശ്രീ MM ഹസൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അപ്പോൾ അത് വ്യക്തം. അപ്പൊ SDPI കൂടി വന്നു കഴിയുമ്പോൾ പിന്നെ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ പ്രസക്തി എന്താണ് UDF-ൽ? അല്ല, ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു ശങ്ക ഒരു കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി വന്നതെന്നുള്ളതാണ്. കാരണം സതീശൻ പറയുന്നു ഞങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പറയുന്നു, അസം പറയുന്നത് ഏത് വോട്ടും കുഴപ്പമില്ലെന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, ഒരു കോൺഗ്രസ് പാർട്ടിക്ക്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ ഒരു നിലപാട് എങ്ങനെയാണ് എടുക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് PFI നിരോധിക്കപ്പെടുന്നത്? PFI നിരോധിക്കപ്പെടുന്നത് അവർ അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകളുമായി ചേർന്ന് നമ്മുടെ നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. എത്രയോ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു. അത് സുഞ്ജിത് ശ്രീനിവാസന്റെ ആയാലും, അതുപോലെ തന്നെ പാലക്കാട് ശ്രീനിവാസന്റെ ആയാലും, സഞ്ജുവിന്റെ ആയാലും, ഇതുപോലത്തെ നിരവധി, രാഹുലിന്റെ ആയാലും നിരവധി കൊലപാതകങ്ങൾ നടന്നു. അതിലെല്ലാം വളരെ വ്യക്തമായിട്ട് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. നല്ല പരിശീലനം ശ്രദ്ധിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ പരിശീലനം കിട്ടിയവരാണ്, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അത്യന്താധുനികമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നു, ഞൊടിയുടെക്കുള്ളിൽ കൊലപാതകങ്ങൾ നടത്തുന്നു, പരസ്യമായ കലാപാഹ്വാനങ്ങൾ നടത്തുന്നു. അങ്ങനെ ഈ നാടിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദ സംഘടന, വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സംഘടനയുടെ പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് കൂട്ടുചേരാൻ കോൺഗ്രസിന് ഒരു മടിയില്ല എന്ന് പറയുമ്പോൾ അത് ഈ രാജ്യത്തെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നില്ല. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പിന്നെ വർഗീയത ഒരു വശത്ത്, അതിനേക്കാൾ കൂടുതലായിട്ട് ശക്തമായ വർഗീയ കക്ഷികളുമായിട്ട് ചേർന്ന് ഒരു വിഭാഗത്തെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് രാഹുൽ ഗാന്ധി എടുക്കുന്നത്, കോൺഗ്രസ് പാർട്ടി എടുക്കുന്നത്. അതിന്റെ പ്രതിഫലനം കേരളത്തിൽ ഉടനീളം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ഈ SDPIയുടെ സമീപനവും വളരെ വിദഗ്ധമാണല്ലോ. സംസ്ഥാനത്ത് ഒരു പാർട്ടി ഒരു മുന്നണിയും, ദേശീയ തലത്തിൽ വേറൊരു പാർട്ടി ഒരു മുന്നണിയും. അതല്ല ഞാൻ പറഞ്ഞു, കേരളത്തിൽ SDPIക്ക് ഏറ്റവും ശക്തമായിട്ടുള്ള വേരുകളുള്ള, PFIക്ക് നല്ല ലിങ്കുള്ള, എല്ലാ ഭാഗത്തും പടർന്ന് പന്തലിച്ചിട്ടുള്ള ഭീകരവാദ വേരുകളുള്ള ഒരു പ്രസ്ഥാനം ഈ നാട്ടിലെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും വംശഹത്യ നടത്തുമെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണത്. ആ പ്രസ്ഥാനം കോൺഗ്രസിന് പരസ്യമായ പിന്തുണ നൽകുന്നു. ഞങ്ങൾ വേണ്ട എന്നത് പറയുന്നില്ല, ഞങ്ങൾ സ്വീകരിക്കുന്നു, ഞങ്ങൾ ചോദിച്ചിട്ടല്ല എന്ന് പറയുന്നു. അത് ചുമ്മാതാണ്, ചോദിച്ചിട്ട് തന്നെയാണ്. കാരണം ഇതിൻ്റെയൊക്കെ ഒരു ബാക്ക്ഡോർ ഓപ്പറേഷൻസ് കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ നോക്കിയാൽ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം ആരാണ് നടത്തുന്നത്? എല്ലാം കോൺഗ്രസിലെ പഴയ സിമി, ജമാഅത്തെ ഇസ്ലാമി നേതാക്കളാണ്. അവരുടെ ഒരു അജണ്ടയ്ക്ക് അനുസരിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം കേരളത്തിൽ പ്രയോഗിക്കുന്നത്. ദേശീയ തലത്തിലും രാഹുൽ ഗാന്ധി ഇങ്ങനെ തന്നെയാണ്. തുക്കടെ ഗ്യാങ്, ആസാദി മോംഗ് ഗ്യാങ്ങിനോടൊപ്പം അദ്ദേഹം നിൽക്കുന്നു. വിദേശത്ത് പോയിട്ട് അദ്ദേഹം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നു, ഇന്ത്യക്കെതിരായി സംസാരിക്കുന്നു. അവിടെയാണ് എൻ്റെ പോയിന്റ്. ഞാൻ വളരെ ശക്തമായി ഉന്നയിക്കുന്നത് ഞങ്ങളുടെ പോയിന്റ് അവിടെയാണ്. വയനാടിന് പക്ഷേ രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാക്കാത്ത ഒരു ചരിത്രമുണ്ട്. അധിനിവേശങ്ങൾക്കെതിരെ പോരാട്ടം നടത്തിയ ഏറ്റവും ആദ്യത്തെ സ്ഥലമാണ് വയനാട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് തന്നെ ബീജാവാപം ചെയ്യപ്പെട്ട മണ്ണാണിത്.
വീരകേരളവർമ്മ പഴശ്ശിത്തമ്പുരാനാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ബീജാവാപം നൽകിയത്. അവിടുത്തെ സാഹസിക പടനായകന്മാരായ തലക്കൽ ചന്തുവിൻ്റെയും എടച്ചന കുങ്കൻ്റെയും ഒക്കെ പാദം കൊണ്ട് പവിത്രമായിട്ടുള്ള മണ്ണാണ് വയനാട്. നോക്കൂ, ടിപ്പുവിൻ്റെ പടയോട്ടത്തെ നെഞ്ച് വീരിച്ച് നിർത്തി തടയാൻ ആദ്യം ഇറങ്ങിയ മണ്ണാണ് വയനാട്. അവിടെ അധിനിവേശങ്ങൾക്കെതിരെ, ഇന്ത്യ വിരുദ്ധതയ്ക്കെതിരെ പോരാടി, സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ പോരാടിയ ഒരു വലിയ ചരിത്രമുണ്ട്. ആ മണ്ണിലാണ് രാഹുൽ ഗാന്ധി വൈദേശിക നിലപാടുകളായിട്ട് വരുന്നത്. ഇന്ത്യക്കെതിരെ അവിടെ പോയി സംസാരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലെല്ലാം ചൈനയ്ക്കും പാകിസ്ഥാനും അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുകയാണ്. അവരെ കൂടെ നിൽക്കുന്നവരെ അർബൻ നക്സലുകൾ, രാജ്യദ്രോഹികൾ, തീവ്രവാദികൾ, അവരുടെയൊക്കെ ലീഡറായിട്ട് രാഹുൽ ഗാന്ധി മാറിയിരിക്കുകയാണ്. അപ്പം ഞങ്ങളിതൊരു ഐഡിയോളജിക്കൽ വാറാണ്. ഇതൊരു രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ ഇത്ര ഭൂരിപക്ഷം കിട്ടി, അതുകൊണ്ട് BJPക്ക് കുറവ്, അങ്ങനെയൊന്നുമല്ല. ഇതൊരു ആശയപരമായ യുദ്ധമാണ്. ഞങ്ങൾക്ക് ആ നെറേറ്റീവ്, സത്യസന്ധമായ നെറേറ്റീവ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. ഞങ്ങളുടെ ഈ വാദം, BJP NDA ഉയർത്തുന്ന ഈ വാദമാണ് യഥാർത്ഥത്തിൽ അവിടെ ചർച്ച ചെയ്യുന്നത്. പിന്നെ ഇറലവൻസ്, ഇത്രയും ഒരു പരിഹാസ്യമായിട്ടുള്ള ഒരു മത്സരം നടന്നിട്ടുണ്ടോ? ഇന്ത്യയിൽ എവിടെയെങ്കിലും മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി, അതായത് എതിരായി മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി തൊട്ടടുത്ത എതിരാളിയോട് ചോദിക്കുകയാണ്, ദയവായിട്ട് ഇവിടെ വരരുത്, നമ്മളെല്ലാം സുഹൃത്തുക്കളാണ്, നമ്മൾ എന്തിനാണ് പരസ്പരം മത്സരിക്കുന്നത്? ആനി രാജ രാഹുലിനോട് അപേക്ഷിക്കുകയാണ്. ആനി രാജയുടെ ഭർത്താവാണെങ്കിൽ ദില്ലി പോയിട്ട് കെജ്രിവാളിന്റെ റാലിയിൽ കെട്ടിപ്പിടിക്കുകയാണ്. അവിടെ കെട്ടിപ്പിടുത്തം, ഇവിടെ പിന്നെ മത്സരം. ഇതിന്റെ പരിഹാസ്യത, ഇതിന്റെ എന്താ പറയുക, ഒരു തരത്തിൽ പറഞ്ഞാൽ മോക്കറി ജനങ്ങൾക്കിട്ട് വളരെ ശക്തമാണ്. എന്തിനാണ് ഇവർ പരസ്പരം മത്സരിക്കുന്നത്? IND മുന്നണിയിലെ രണ്ട് കക്ഷികൾ എന്തിനാണ് പരസ്പരം മത്സരിക്കുന്നതെന്ന് അവരുടെ അനുയായികൾ തന്നെ ചോദിക്കുകയാണ്. അതുകൊണ്ട് മത്സരം ആശയപരമാണ്. പോരാട്ടം NDAയും ഈ ഇന്ത്യ മുന്നണിയും തമ്മിലാണ്. അതുകൊണ്ട് ഇതിൽ സത്യത്തിന്റെ ഭാഗത്ത്, ധർമ്മത്തിന്റെ ഭാഗത്ത്, വികസനത്തിന്റെ ഭാഗത്ത് മോദി നിൽക്കുന്നു. മോദിയുടെയും അദ്ദേഹത്തിന്റെ പടയാളികളും ഒരു വശത്ത്, രാഹുൽ ഗാന്ധിയും അദ്ദേഹം നേതൃത്വം നൽകുന്ന രാജ്യവിരുദ്ധ ശക്തികളെല്ലാം മറുവശത്ത്. ആ ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിനുള്ളത്. വയനാട്ടിൽ ഇപ്പോൾ ഒരു റിവേഴ്സ് മൈഗ്രേഷൻ നടക്കുന്ന കാഴ്ചയുണ്ട്. സ്വാഭാവികമാണ്. ഇവിടെ ഉള്ള ഒരു തലമുറയ്ക്ക് പ്രായമായി, അവരുടെ കുട്ടികൾ കുറെ പേരെങ്കിലും പുറത്ത് പഠിക്കാൻ പോകുന്നു. അവർ കേരളത്തിന് പുറത്തേക്ക്, ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്തേക്ക് പോയി ജോലികൾ തേടുന്നു. അവർ തിരികെ നാട്ടിൽ വന്നാൽ പോലും അവർ നല്ല ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഉള്ള സ്ഥലങ്ങളിലേക്ക് മാറുന്നു. പക്ഷെ ഇതിനെ തടഞ്ഞ് ഇവിടെയുള്ളവർക്ക് ഇവിടെ തന്നെ നല്ല ജീവിത സാഹചര്യം, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ പല ഘടകങ്ങൾ, ആരോഗ്യവും വിദ്യാഭ്യാസവും അടക്കമുള്ള, അതിന് ഒരു പദ്ധതിയും ഒരു സ്വപ്നവും അങ്ങനെ. തീർച്ചയായിട്ടും ഞാൻ ഒരു വളരെ നല്ലൊരു പ്ലാനുമായിട്ടാണ് വന്നിരിക്കുന്നത്. വെറുതെ വന്ന് മത്സരിച്ച് പോകാന്നുള്ള പതിവ് എനിക്കില്ല, പാർട്ടിക്കും ഇല്ല. വയനാട് നിരവധി പ്രശ്നങ്ങളുണ്ട്. കാരണം അത് പരിഹരിക്കാനുള്ള കാര്യമായിട്ടുള്ള ശ്രമങ്ങൾ ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് വയനാട് നല്ല പ്രകൃതി രമണീയമായ നല്ല കാലാവസ്ഥയുള്ള ഒരു സ്ഥലമായിരുന്നു. അതിഭയാനകമായ തോതിൽ ഗ്ലോബൽ വാർമിംഗ് വയനാടിനെ ഇപ്പം, പാലക്കാടിന് അത്ര ചൂടാണ് പകല്, രാത്രി കുറച്ച് തണുപ്പുണ്ടെങ്കിലും വരൾച്ച എന്ന് പറഞ്ഞാൽ ഇതുവരെ കാണാത്ത വരൾച്ചയാണ് വയനാട്ടിൽ. ഞാൻ പോയിടത്തെല്ലാം കുടിവെള്ളക്ഷാമം അതിഭീകരമാണ്. ഇത്തവണ കാപ്പിക്ക് നല്ല വിലയുണ്ട്. വയനാട്ടിലെ ഒരു പ്രധാനപ്പെട്ട കൃഷിയാണ് കാപ്പിക്ക്. പക്ഷേ കാപ്പിക്ക് സർവ്വകാല റെക്കോർഡാണ് ഇത്തവണ വില. പക്ഷേ കാപ്പി പിന്നെ പൂത്ത ഉടനെ തന്നെ കരിഞ്ഞു എല്ലാം. നമുക്ക് സ്പ്രിംഗ്ലർ ചെയ്യാൻ പറ്റുന്നില്ല പല ആൾക്കാർക്കും. കർഷകരാകെ ദുരിതത്തിലാണ്. ആരും അവരെ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇഷ്യൂസ് ധാരാളം ഉണ്ട്. അവരെ കേൾക്കാൻ ആളില്ല. കാരണം ഇവിടെ ഒരു MP ഇല്ല, MLA മാരില്ല, സർക്കാർ ആണെങ്കിൽ ഇവിടെ ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല. കേരള ഗവൺമെന്റിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അവിടുത്തെ ഈ പ്രശ്നങ്ങളുണ്ട്, കുട്ടികൾക്ക് ഉള്ള പോഷകത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. നല്ലൊരു മെഡിക്കൽ കോളേജ് തുടങ്ങുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. പക്ഷെ അവിടെ ഒരു ഫെസിലിറ്റി ഇല്ല. ആ മെഡിക്കൽ കോളേജ് പൂട്ടിക്കിടക്കുകയാണ്. പിന്നെ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മുടെ കുട്ടികൾ പുറത്ത്, അന്യ സംസ്ഥാനങ്ങളിൽ ഒരു റെയിൽ കണക്ടിവിറ്റി ഇല്ല, ഒരു എയർ സ്ട്രിപ്പ് ഇല്ല. പിന്നെ ഇത്രയധികം കാർഷിക സമൃദ്ധമായ ഒരു ജില്ലയാണ്. നാണ്യവിളയുണ്ട്, അല്ലാത്ത വിളകളുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും അവിടെ ഇതിനൊന്നും ഒരു പാർക്കോ ഒരു തരത്തിലും ഇതിന് കർഷകർ ഗുണം കിട്ടുന്ന ഒരു കാര്യം അവിടെ ചെയ്യാൻ ആളില്ല. ഒരു വിഷണറി ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഒരു കാലത്തും വയനാട്ടിൽ ഉണ്ടായിട്ടില്ല. വയനാടിനെ എല്ലാ രീതിയിലും ഒരു അവഗണിക്കപ്പെടുന്ന ഒരു സ്ഥലമാക്കിയിട്ട് മാറ്റി. ഞങ്ങളുടെ പോയിന്റ് രാഹുൽ ഗാന്ധിക്ക് അത് സാധിക്കുമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് ചെറുതല്ല. അദ്ദേഹം പ്രതിപക്ഷത്താണെങ്കിലും നെഹ്റു കുടുംബത്തിലെ ഏറ്റവും വലിയ ആളാണ്. അദ്ദേഹത്തിന് ഇന്ത്യക്കകത്തും പുറത്തും അത്ഭുതകരമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. കൂടുതൽ സമയം അദ്ദേഹം പുറത്താണ്. പക്ഷെ ഇതൊന്നും അദ്ദേഹം ഉപയോഗിച്ചില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വയനാട്ടുകാരനായിട്ട് ജീവിതം ആരംഭിച്ച ആളാണ്. വയനാട്ടിലെ ആവശ്യങ്ങൾ എനിക്കറിയാം, പ്രശ്നങ്ങൾ എനിക്കറിയാം. എല്ലാത്തിനും പരിഹാരം കാണാനുള്ള കൃത്യമായിട്ടുള്ള ഒരു പാക്കേജുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ചർച്ചയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ വ്യാപാരി വ്യവസായികൾ, അതുപോലെ ചേംബർ ഓഫ് കോമേഴ്സ്,
ടൂറിസ്റ്റ് സംഘടനകൾ, ടൂറിസം സംഘടനകൾ, അവരൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചു. അവരൊക്കെ ഒരു പ്രതീക്ഷ, മോദിക്ക് മാത്രമേ ഇനി വയനാടിനെ രക്ഷിക്കാൻ കഴിയൂ. അപ്പോൾ മോദിയുടെ ഡെവലപ്മെന്റ് മോഡൽ വയനാടിനെ ആസ്പിറേഷൻ ജില്ലയായി തന്നു. അത് സോഷ്യൽ സെക്ടറിൽ വലിയൊരു വിപ്ലവം ഉണ്ടാവും അടുത്ത കുറച്ച് കാലങ്ങൾ കൊണ്ട്. അതോടൊപ്പം വയനാടിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, കാരണം റോഡും കണക്ടിവിറ്റിയും റെയിലും അതൊന്നും ഇല്ലാതെ നമുക്ക് അവിടേക്ക് എത്താൻ സാധിക്കും. ഇത്രയും വലിയൊരു ടൂറിസം ഡെസ്റ്റിനിയാണ് വയനാട്. പക്ഷെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. വയനാട് എന്തുമാത്രം സാധ്യതകളുള്ള ഒരു സ്ഥലമാണ്. ഒരു വീക്ഷണമുള്ള ഒരു ലീഡർ, ഒരു MP വയനാടിനുണ്ടെങ്കിൽ ഒരു 6-7 മാസം കൊണ്ട് തന്നെ വയനാട്ടിൽ ആ ടൂറിസം മേഖലയിലൊക്കെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ കാര്യത്തിൽ ഞാൻ റോൾ മോഡലായിട്ട് എടുക്കുന്നത് സ്മൃതി ഇറാനിജിയാണ്. എങ്ങനെയാണോ വോട്ടർമാരെ അവർ നർച്ചർ ചെയ്തിരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസി, ആ മാതൃക എടുക്കണമെന്ന് തന്നെയാണ് ഞാൻ വോട്ടർമാരോട് പറയുന്നത്. ഞാൻ കൂടെ ഉണ്ടാവുമെന്നുള്ള വിശ്വാസം വോട്ടർമാർക്കുണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വരുന്ന ചോദ്യം മണിപ്പൂരിനെ കുറിച്ച് പറയൂ, CAA കുറിച്ച് പറയൂ എന്നൊക്കെയാണ്. അപ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള മുസ്ലിങ്ങൾക്ക് ഇവിടെ പൗരത്വം കൊടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പിന്നെ പാകിസ്ഥാൻ എന്നുള്ള രാജ്യം എന്തിനുണ്ടായി എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. സമാനമായ നിയമം അമേരിക്ക ഉണ്ടാക്കിയിരുന്നു. അവിടെ അവർ പറഞ്ഞിരുന്നു ഇറാനിൽ നിന്നും മറ്റുമുള്ള ക്രിസ്ത്യൻസിന് പൗരത്വം കൊടുക്കാം, പക്ഷെ മുസ്ലിംസ് അത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴൊന്നും പരാതിയില്ല. ഇവിടെ ഇപ്പോൾ ഇതൊരു വിഷയം, പക്ഷെ അതങ്ങോട്ട് പഴയ കാലത്ത്, അതായത് CAA ഇൻട്രൊഡ്യൂസ് ചെയ്ത കാലത്ത്, പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാലത്ത് ഉണ്ടായിട്ടുള്ള പോലെ ഒരു റിഫ്റ്റ് ഒന്നും ഇപ്പൊ ഇല്ല. ആ ഒരു ഫ്രിക്ഷനൊക്കെ പോയി. കാരണം മുസ്ലിങ്ങൾക്ക് തന്നെ മനസ്സിലായി പൗരത്വം സ്നാച്ച് ചെയ്യാനല്ല, പൗരത്വം കൊടുക്കാനാണ് ഈ ഒരു ബില്ല് എന്നുള്ളത്, ഭേദഗതി എന്നുള്ള എല്ലാവർക്കും അറിയാം. മാത്രമല്ല ഇന്ത്യയിൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് ഒരാൾക്ക് സാമാന്യേന പൗരനാവണമെങ്കിൽ അതിനൊരു തടസ്സവുമില്ല. പൗരത്വ നിയമം അതേപോലെ തന്നെയുണ്ട്. ഇത് ഈ 3 രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള ഒരു വിഷയമാണെന്നും അത് പെർസിക്യൂഷൻ, മതത്തിന്റെ പേരിൽ വിധേയമായ ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നും ഇസ്ലാം അവിടെ ഒഫീഷ്യൽ മതമായതുകൊണ്ടാണ് അവിടുത്തെ മൈനോറിറ്റിയിൽ അവർ പെടാത്തതെന്നും ഒക്കെ ഇപ്പോൾ ബോധ്യമുണ്ട് ആൾക്കാർക്ക്. ഞങ്ങൾ ആ കാര്യങ്ങളെല്ലാം നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പിന്നെ ഒരു അകൽച്ച പൊതുവെ ഉണ്ട്. കാരണം അത് അത്ര എളുപ്പത്തിൽ തീരില്ല. പക്ഷെ ഞാൻ അവിടെ കണ്ടൊരു കാര്യം, മുസ്ലിം സ്ത്രീകളുടെ ഇടയിൽ ഉള്ളൊരു പ്രോ മോദി മൂവ്മെന്റ്, അവർക്കുള്ള സന്ദേശം എന്താണ് വളരെ കൃത്യമാണത്. കാരണം സ്വത്തവകാശം പെൺകുട്ടികൾ കിട്ടാതിരിക്കുക, മുത്തലാഖ് ചൊല്ലി പെൺകുട്ടികളെ വഴിയാധാരമാക്കുക, ഇതിനെല്ലാം എതിരെ നരേന്ദ്രമോദി എടുത്ത സ്റ്റെപ്പ്, മോദിജിയുടെ സ്റ്റെപ്പ് വളരെ മുസ്ലിം സ്ത്രീകളിൽ, പ്രത്യേകിച്ചും എഡ്യൂക്കേറ്റഡ് മുസ്ലിം സ്ത്രീകളിൽ വളരെ ശക്തമായിട്ടുള്ള ചലനം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ലീഡർഷിപ്പാണല്ലോ ആ സമുദായത്തിന്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യം. മുസ്ലിം സമുദായമാകെ ഇതിനൊന്നും അടിപ്പെടുന്നവരാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എപ്പോഴും കേരളത്തിലെ ഒരു ലീഡർഷിപ്പ്, അവരെ നയിക്കുന്നത് സ്ട്രാറ്റജിക്കൽ വോട്ടിന് വേണ്ടി അവരെ പ്രേരിപ്പിക്കുക, മോദിക്കെതിരായിട്ടുള്ള പ്രചാരണം നടത്തുക, ഇതിനൊക്കെ ഒരു ലീഡർഷിപ്പ് ഇവിടെ ഉണ്ട്. മുസ്ലിം ലീഗ് ആയാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും ലെഫ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും എല്ലാവരും നയിക്കുന്നത് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ആൾക്കാരാണ്. ഇപ്പോൾ വയനാട് തന്നെ കൽപ്പറ്റ, ഞാനൊരു എക്സാമ്പിൾ പറയും. കൽപ്പറ്റയിൽ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എന്താണ് അവിടെ നടന്നത്? അവിടെ JDS ജനതാദൾ നല്ല സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. അവിടെയാണ് 10-20,000 വോട്ട് അവർക്കുണ്ട് കൽപ്പറ്റ മണ്ഡലത്തിൽ. അവിടെ നമ്മുടെ ശ്രേയാംസ് കുമാർ മത്സരിച്ചു. മത്സരിച്ച ശ്രേയാംസ് കുമാർ, UDF ഉണ്ടായിരുന്ന ശ്രേയാംസ് കുമാർ ഇങ്ങോട്ട് വന്നു LDF. പക്ഷെ അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ആൾ വന്നിരിക്കുന്നു എന്ന്, ജമാഅത്തെ സിമിയുടെ ആൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അവിടുത്തെ വോട്ടിംഗ് പാറ്റേണിൽ മാറ്റം ഉണ്ടായത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്വാധീനമുണ്ട് നമ്മുടെ കേരളത്തിൽ. കാരണം ഓരോ തെരഞ്ഞെടുപ്പിലും ആളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു സ്ട്രാറ്റജിക്കൽ വോട്ടിങ്ങിന് ആ കമ്മ്യൂണിറ്റിയെ പ്രേരിപ്പിക്കുന്ന കുറച്ച് ചരടുകളുണ്ട്. പക്ഷെ അപ്പോഴും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മുസ്ലിങ്ങൾക്കിടയിൽ ഒരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. പക്ഷെ അതൊരു സബ്സ്റ്റാൻഷ്യലായിട്ട് പറയാൻ പറ്റുന്ന ഒരു വലിയ സംഖ്യയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെയല്ല. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നല്ല മാറ്റമാണ് ഞാൻ കാണുന്നത്. കാരണം അവർ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് ഡെവലപ്മെന്റ് വേണമെന്ന് ആഗ്രഹമുണ്ട്. രാഹുൽ ഗാന്ധി ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചു എന്നുള്ള ചിന്താഗതി അവിടുത്തെ ഓരോ വോട്ടറിലുമുണ്ട്. അടുത്ത ആയുധം ഈ ED ഉപയോഗിച്ച് പ്രതിപക്ഷത്തിന്റെ മുഴുവൻ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് എന്തിനാണ്? ഹേമന്ത് സോറിനെ പിടിച്ച് അകത്തിടുന്നു, കേജ്രിവാളിനെ പിടിച്ച് അകത്തുന്നു, ഇവിടെ കരുവന്നൂർ വന്നത് സ്പീഡ് കൂട്ടിയിരിക്കുന്നു, മുഖ്യമന്ത്രി മകളിലേക്ക് അടക്കുന്നു, IT ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് സെന്റർ തിരിയാൻ പറ്റാതെ കോൺഗ്രസിനെ പീഡിപ്പിക്കുന്നു. ഇലക്ഷൻ എടുത്തപ്പോൾ എന്തിനാ ഇങ്ങനെ? അതിലും കോൺഗ്രസിന്റെ ഹിപ്പോക്രസിയാണ് ഏറ്റവും പ്രധാനം. കോൺഗ്രസ് കെജ്രിവാളിന്റെ പേരിൽ വലിയ റാലി നടത്തി ഡൽഹിയിൽ. രാഹുൽ ഗാന്ധി തന്നെ പോയി. ഞാൻ രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസുകാരോടും ചോദിക്കുന്നത്, നിങ്ങൾ ഇവിടെ ഈ സ്റ്റാൻഡ് തന്നെ എടുക്കുമോ? അതായത് കെജ്രിവാളിനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസിന്റെ പ്രസിഡന്റ് PCC അധ്യക്ഷൻ തന്നെയാണ് കത്തയച്ചത്. മാക്കൻ തന്നെ ഭയങ്കരമായിട്ട് പത്രസമ്മേളനം നടത്തി. നമ്മളെല്ലാവരും ജനൻ TVയിലൊക്കെ എത്രയോ കാണിച്ചതാണ്. മാക്കൻ എന്നും വന്നിട്ട് പറയുകയാണ് അജയ്, അയ്യോ ഇത് അന്തർധാരയാണ്, മോദിയും പിന്നെ കെജ്രിവാളും തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, ബാക്ക് ഡോർ ഓപ്പറേഷൻസ് ആണ്, അദ്ദേഹത്തെ രക്ഷിക്കുകയാണെന്ന് പറഞ്ഞ ആള് അറസ്റ്റ് ചെയ്ത ഉടനെ തിരിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ കണ്ടുകൊണ്ട് അവർ തിരിഞ്ഞു. ഇത് തന്നെയാണ് ഇവിടെ സതീശൻ. എന്താ പിണയെ പിടിക്കാത്തത്, എന്താ പിണറായി വിജയനെ പിടിക്കാത്തതെന്ന് ചോദിക്കുന്ന സതീശൻ
പിടിക്കാൻ വരുമ്പോൾ പറയുന്നത് എന്താ അറിയോ, ഇത് അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്നാണ്. അതായത് ഇതൊരു കള്ളത്തരമാണ് കോൺഗ്രസ് അവർ വ്യക്തമാക്കണം, കെജ്രിവാളിനോടുള്ള സമീപനം തന്നെയാണോ പിണറായി വിജയനോടും തങ്ങൾക്കുള്ളത്. പിണറായി വിജയനും മകളും നേരിടുന്ന അഴിമതി ആരോപണങ്ങളിലും ശക്തമായ അന്വേഷണം നടക്കുമ്പോൾ ഇതേ നിലപാടായിരിക്കുമോ നിങ്ങൾക്ക് കേരളത്തിലുള്ളത്? ഡൽഹിയിൽ ഒരു നിലപാടും കേരളത്തിൽ ഒരു നിലപാടും നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ സാധിക്കുന്നു? അത് വളരെ പ്രസക്തമാണ്. പിന്നെ ED അന്വേഷിക്കുന്നത് തെരഞ്ഞെടുപ്പ് നോക്കിയിട്ടൊന്നുമല്ലെന്ന്. ED ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ കവിതയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തെലങ്കാന സർക്കാർ പോയിട്ടല്ലേ, അവിടുത്തെ BRS സർക്കാർ പോകുന്നവരെ എന്തിനാ? ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ED അവരുടെ കാലാവധിക്കനുസരിച്ച് അന്വേഷണങ്ങൾ നടക്കും, അവർക്ക് കിട്ടുന്ന തെളിവുകൾക്കനുസരിച്ച് അവരാളെ പിടിക്കും. ED അന്വേഷണം തെരഞ്ഞെടുപ്പ് വരുമോ പോകുന്ന നോക്കിയിട്ടില്ല. ഒരു കാര്യം മോദിജി പറഞ്ഞിട്ടുണ്ട്, ഞാൻ അഴിമതിക്കെതിരെ കോംപ്രമൈസ് ഇല്ല. എൻ്റെ മൂന്നാമത്തെ സർക്കാരിന്റെ കാലം കൊണ്ട് പൂർണ്ണമായിട്ടും അഴിമതിക്കാരെ ഇല്ലാതാക്കും, രാജ്യത്ത് കുടുംബവാഴ്ചയും അഴിമതി രാജ്യവും ഇല്ലാതാക്കുമെന്നത് മോദിയുടെ പ്രഖ്യാപിത ഗ്യാരണ്ടിയാണ്. അതിവിടെ നടപ്പാവും. മോദിജി പറഞ്ഞല്ലോ, ഈ കരുവന്നൂരിനെ പറ്റി താങ്കൾ സൂചിപ്പിച്ചു, ക്ലിയർ ആയിട്ട് മോദിജി പറഞ്ഞല്ലോ, കരുവന്നൂരിൽ കള്ളപ്പണം പിടിച്ചെടുത്ത് പാവങ്ങൾക്ക് നൽകും. അതിനാണ് ED പരിശ്രമിക്കുന്നത്. അതിനുവേണ്ടി ഇവരെന്താ ചെയ്ത്, ഇവർ ഈ കള്ളപ്പണമൊക്കെ വെച്ചിട്ട് പാരലൽ അക്കൗണ്ടുകളാക്കി വെച്ചിരിക്കുകയാണ്. 32 ബാങ്കുകളെ കണക്കുകൾ നേരത്തെ കിട്ടിയിരുന്നു, അതിൽ 12 എണ്ണം ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. എല്ലാ ജില്ലയിലും ഈ കള്ളപ്പണ ഇടപാട് കോഓപ്പറേറ്റീവ് ബാങ്ക് ാണ്. ഞങ്ങൾ നോട്ട് നിരോധന കാലത്ത് ഇത് വളരെ വ്യക്തമായി പറഞ്ഞതാണ്. കാരണം പല പേരുകളിലായി, പല ആളുകളുടെ പേരുകളിലായിട്ട് CPMന്റെ പണം, അവരുണ്ടാക്കിയ പണം മുഴുവൻ കോഓപ്പറേറ്റീവ് ബാങ്ക്, ആ സഹകരണ പ്രസ്ഥാനത്തെ ആകെ മോദി ശുദ്ധീകരിക്കും, അതിൽ ഒരു സംശയവും വേണ്ട. കാരണം കോഓപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് തന്നെ ഇവിടുത്തെ പാവപ്പെട്ടവനെ സഹായിക്കാനാണ്. പാവപ്പെട്ടവനെ വഞ്ചിച്ച് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ചേർന്നിട്ട് ഈ സഹകരണ മേഖലയെ ഒരു കള്ളപ്പണം ഡംപ് ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ട് മാറ്റിയിരിക്കുകയാണ്. അത് ഇത്തവണ മോദി പൊളിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ ആകെ ശുദ്ധീകരിച്ച് വലിയൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ അഴിമതിക്കെതിരായുള്ള ശക്തമായ സമരം നടക്കും. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഉണ്ടാവും, തെരഞ്ഞെടുപ്പ് കാലത്തും ഉണ്ടാവും. തെരഞ്ഞെടുപ്പുകൾ വരും പോകും, അഴിമതിക്കെതിരായ യുദ്ധം അവസാനിക്കുന്നില്ല. ഇനി ഒരു മീഡിയ നരേറ്റീവിലേക്ക്. കഴിഞ്ഞ ദിവസം കണ്ട ഒരു തലക്കെട്ട്, ED നിഴലിൽ ജനാധിപത്യം. ഒന്ന്. രണ്ടൊരു ചിത്രം, വലിയൊരു ചിത്രം, കേജ്രിവാളിന്റെ ഭാര്യയെ സോറന്റെ ഭാര്യ ആലിംഗനം ചെയ്യുന്നു. വലിയ ചിത്രമാണ്. അപ്പോൾ അതിതാ ഇരകളുടെ ഭാര്യമാർ ഇതാ ചെറുത്തു നിൽക്കുന്നു. അതിന് മുകളിൽ വലിയ പടം, ഇന്ത്യ മുന്നണിയുടെ ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനം. അപ്പൊ ഇവരെല്ലാരും കൂടി ഇരകളെ രക്ഷിച്ചെടുക്കാനുള്ള. അല്ല, ഈ മലയാള മീഡിയ ആരാണെന്ന് നോക്കുന്നത്? മലയാള മീഡിയ അവരുടെ ഉദ്ദേശം എന്താണെന്ന് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ തവണ ഇവിടെ അവരാണ് ഈ രാഹുൽ പ്രധാനമന്ത്രിയാവുമെന്നുള്ള പ്രചാരണം ഏറ്റുപിടിച്ചത്. അതിൽ ചില ആൾക്കാർ വളരെ സമർത്ഥന്മാരാണ്. ഇപ്പോഴും അവർ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് എത്ര രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പരാജയപ്പെട്ട് 5 സീറ്റിലേക്ക് താണുപോയാലും ഞങ്ങൾ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തുവരുന്നേൽക്കുന്നാണ് പറയുന്നത്. കോൺഗ്രസ് പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അച്ചാരം വാങ്ങിയതുപോലെയാണ് ഇവിടുത്തെ ആൾക്കാർ പ്രവർത്തിക്കുന്നത്. അത് പക്ഷേ കോൺഗ്രസ്സുകാരല്ല കേട്ടോ, ലെഫ്റ്റാണ് അതിന്റെ പിന്നിൽ. ലെഫ്റ്റിന്റെ ഒരു സ്വാധീനം കേരളത്തിലെ മീഡിയയിൽ വളരെ ശക്തമാണ്. ഇപ്പോൾ മനോരമ ഒരു മുതലാളിത്ത പരസ്യമായി ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഞങ്ങൾ ആന്റി കമ്മ്യൂണിസ്റ്റ് ആണ്, ആന്റി ലെഫ്റ്റ് ആണെന്ന് അവരെപ്പോഴും പരസ്യമായിട്ട് പറഞ്ഞു. അച്ഛൻ തന്നെ വളരെ വ്യക്തമായിട്ട് അത് പല ഘട്ടങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ പോളിസി ഞങ്ങൾ ലെഫ്റ്റ് ആണ്, ഞാൻ ലെഫ്റ്റിനെതിരാണ്, ഞങ്ങൾ അത് അവിടെ വ്യക്തമാക്കിയിട്ടില്ല. ബാക്കി ചാനലുകളും അങ്ങനെ തന്നെ മുതലാളിത്ത ചാനലുകളാണെന്ന് ഇവർ പറയുമെങ്കിലും അതിനകത്ത് പണിയെടുക്കുന്നവരൊക്കെ ലെഫ്റ്റാണ്. അവരുടെ എല്ലാം ഉദ്ദേശം വളരെ വ്യക്തമാണ്. BJPക്ക് ഒരു അവസരം കൊടുക്കരുത്, ഇത് കേരളമാണ്, മോദിക്കും BJPക്കും ഇവിടെ സ്ഥാനമില്ല എന്ന് ഉറപ്പുവരുത്താൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് മലയാള മീഡിയയെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം മലയാള മീഡിയയിൽ പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ കേരളത്തിൽ ഈ നടക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. കേരളത്തിൽ BJPക്കും മോദിക്കും അനുകൂലമായിട്ട് ഇത്രയും ശക്തമായിട്ടുള്ള ഒരു തരംഗം ആഞ്ഞടിക്കുമ്പോഴും അവർ പറയുന്നത് രാഹുൽ വീണ്ടും തിരിച്ചു വരുന്നു എന്നാണ്. രാഹുൽ എവിടെ തിരിച്ചു വരുന്നു? ചോദ്യം ജനങ്ങളുടെ മനസ്സിൽ 400+ ആണോ 40+ ആണോ എന്നുള്ളതാണ്. മോദി 400 കടക്കുവോ കോൺഗ്രസ് 40 എത്തുമോ എന്നുള്ളതാണ് ചോദ്യം, റിയൽ ചോദ്യം. അത് രാവിലെ കൈരളിയും ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയും കണ്ടിട്ടൊന്നുമല്ല. ആളുകൾക്ക് എല്ലാം അറിയാം. ജനങ്ങളൊക്കെ നല്ല വിവരമുള്ളവരാണ്. അവർ വിരൽ തുമ്പിലാണ് അവരുടെ വിവരങ്ങൾ. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർ മാധ്യമങ്ങളെ ആശ്രയിക്കാതെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് സമാന്തരമായി അതിനെ കവച്ചു വെച്ച് പോകാനുള്ള സംവിധാനങ്ങളുണ്ട്. റിയൽ നറേറ്റീവ് ജനങ്ങൾക്കിടയിൽ എത്തിക്കുക എന്നുള്ളതാണല്ലോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ആ എഡ്യൂക്കേഷൻ, ആ ഒരു സത്യം, സംവേദനക്ഷമത ഞങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം മോദി ഗ്യാരണ്ടി ഇന്ന് എല്ലാവരും ഏറ്റെടുത്തല്ലോ. അത് ഈ മാധ്യമങ്ങളെ വെച്ചിട്ടല്ലല്ലോ. മാധ്യമങ്ങൾ എന്തും ആവട്ടെ, അവർക്ക് അധികകാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. നമ്മുടെ ചില ആൾക്കാരുടെ പാർലമെന്റിലെ പ്രസംഗത്തെ അപഹസിക്കാനല്ല, പ്രത്യേക അഭിമുഖം തന്നതിന് താങ്കളെ സുഖിപ്പിക്കാനുമല്ല. എത്ര ഭാഷ അറിയാം? അല്ല, ഞാൻ അങ്ങനെ ഒരു ബഹുഭാഷാ പണ്ഡിതനൊന്നുമല്ല. ആവശ്യങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പം കന്നഡയും തുളുവും എനിക്ക് അത്യാവശ്യം അറിയാം. ഇംഗ്ലീഷും ഹിന്ദിയും എനിക്ക് കേട്ടാൽ മനസ്സിലാവും. പക്ഷെ കമ്മ്യൂണിക്കേഷൻ അത്ര നല്ലതല്ല.
പിന്നെ നമ്മളുടെ ഭാഷയുടെ ഗ്രാമർ അല്ലല്ലോ, നമ്മുടെ വികാരമാണല്ലോ പ്രകടിപ്പിക്കുന്നത്. ഒരാളുമായിട്ട് ഒരു സമൂഹമായിട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണ് ആ വികാരം, അത് നാച്ചുറലായിട്ടാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. അതിൽ കൃത്രിമത്തിന്റെ കാര്യമില്ല. എനിക്ക് ഇംഗ്ലീഷോ ഹിന്ദിയോ നന്നായി സംസാരിക്കാൻ അറിയുന്ന ഒരാളല്ല, പക്ഷെ കേട്ടാൽ മനസ്സിലാവും. കന്നഡയും തുളും അത്യാവശ്യം എനിക്ക് മനസ്സിലാവും. പിന്നെ മലയാളം നന്നായി സംസാരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ എൻ്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ആരുമായിട്ടാണ് സംവദിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ നമുക്ക് എത്താൻ പറ്റുമെന്നുള്ളതാണ്. അത് എവിടെ ചെന്നാലും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് പൊതുപ്രവർത്തകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ടാണ് ജനങ്ങളോട് സംസാരിക്കുന്നത്. യാതൊരു വളച്ചുകെട്ടുമില്ല, ഒന്നിലും ഞങ്ങൾക്ക് ഒരു മറയും മടിയുമില്ല. കാര്യങ്ങൾ തുറന്നു പറയും. ഏത് വിഭാഗം ആളാണോ അവിടെ മുമ്പിലിരിക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ സഭയ്ക്കനുസരിച്ച് സംസാരിക്കുക എന്നുള്ള പരിപാടിയില്ല. സത്യമാണ് പറയുന്നത്. ഞങ്ങൾ ശരിയായ നിലപാടാണ് എടുക്കുന്നത്. മോദിയുടെ കാഴ്ചപ്പാടാണ് ഞങ്ങളെല്ലാവരും പ്രാവർത്തികമാക്കുന്നത്. ഇൻഡിവിജ്വൽ ഇവിടെ പ്രസക്തമല്ല. ഇപ്പോൾ 20 സീറ്റിൽ ഞങ്ങൾ NDA മത്സരിക്കുന്നുണ്ട്. എല്ലാവരും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ് ബാക്കി എല്ലാവരും. പക്ഷേ അവരും റെപ്രസെന്റ് ചെയ്യുന്ന മോദിയാണ്. മോദിക്കാണ് വോട്ട്. നരേന്ദ്രമോദി എന്നുള്ളൊരു ഐക്യം ഇന്ന് ഇന്ത്യയിലും ലോകത്തിലും ഇത്രയും സംവേദനക്ഷമതയുള്ള ഒരു നേതാവും ഇല്ല. ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കുന്ന ഒരു ലീഡറും ഇന്ത്യയിലില്ല. ആ ലീഡർ ഉള്ളപ്പോൾ പിന്നെ ബാക്കിയുള്ളവർക്ക് എന്താ പ്രസക്തി ഉള്ളത്? ബാക്കിയുള്ളവരെല്ലാം ഫോർ മോദി, മോദിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. മോദിയുടെ പടയാളികൾ. ഞാൻ വയനാട്ടിൽ ചെന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, മോദി കാ സിപ്പാഹി ഹും. അത് മോദിയുടെ പിന്നെ സോൾജിയറാണ് നമ്മളെല്ലാവരും. അത് മുരളീധരനായാലും രാജീവ് ചന്ദ്രശേഖർജി ആയാലും, അത് മുരളീധരൻജി ആയാലും, അതുപോലെ തന്നെ രമേശ് ആയാലും ശോഭയായാലും എല്ലാവരും മോദി സോൾജിയേഴ്സാണ്. മോദിക്ക് വേണ്ടി മോദിയുടെ ആശയങ്ങൾ നടപ്പാക്കാൻ, BJPയുടെ ആശയങ്ങൾ നടപ്പാക്കാനും അവർ പ്രവർത്തിക്കുന്നു. ഇൻഡിവിജ്വൽസിന് ഒരു പ്രസക്തിയും എവിടെയില്ല. ഈ കമ്മ്യൂണിക്കേഷനെ കുറിച്ചും വികാരത്തെക്കുറിച്ചും പറഞ്ഞു. കഴിഞ്ഞ അടുത്തിടെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിന്റെ ഒരു സോഷ്യൽ മീഡിയ കാർഡിൽ അങ്ങനെ വല്ലാതെ അപഹസിക്കുന്ന ഒരു ഇമേജ്, പക്ഷെ വല്ലാതെ പ്രതികരിച്ചു കണ്ടില്ല. ഞാൻ പ്രതികരിക്കില്ല. എന്താ കാര്യം എന്താണ്? അവർക്കറിയാലോ. അവരെന്തുമാത്രം പറഞ്ഞാലും ഞാനിത് ഇപ്പൊ എന്തെല്ലാം ആരോപണങ്ങൾ എനിക്കെതിരെ വന്നു. കേരള സമൂഹത്തിൽ ഒരു പൊതുപ്രവർത്തകനെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ വന്നു. നട്ടാൽ മുളയ്ക്കാത്ത നുളകൾ എൻ്റെ തലയിൽ കെട്ടിവെച്ചു. പക്ഷെ ഞാൻ എവിടെ നിൽക്കുന്നു? ഈ ആരോപണങ്ങൾ എന്നെ എവിടെ സ്വാധീനിച്ചിട്ടുണ്ട്? എൻ്റെ ജീവിതത്തെ ഇത് എങ്ങനെ ബാധിച്ചിട്ടുണ്ട്? എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ ഒരു തരിമ്പെങ്കിലും അത് തടസ്സപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ? BJP നേതാക്കൾക്കെതിരെ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പറയുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയായ പാതയിലാണ് പോകുന്നതെങ്കിൽ എന്തിനാണ് നമ്മൾ ആരോപണങ്ങളെ ഭയപ്പെടുന്നത്? അവരവരുടെ സംസ്കാരത്തിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു. അങ്ങനെ എല്ലാവരും പറയുന്നത് കേട്ട് നിന്നിരുന്നെങ്കിൽ മോദി ഇപ്പോഴും എവിടെ നിൽക്കുമായിരുന്നു? മോദി ഇതൊന്നും ശ്രദ്ധിക്കാതെ എൻ്റെ ഗോൾ ഇതാണ്, ഇതൊന്നും അല്ല, ഇവരൊന്നും പറയുന്നത് കേൾക്കാനല്ല, എൻ്റെ ലക്ഷ്യം ഇതാണെന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. ഞങ്ങൾ അതാണ് ശീലമാക്കുന്നത്. നരേന്ദ്രമോദിയാണ് ഇതിനെല്ലാം മോഡൽ. നരേന്ദ്രമോദി എന്തെല്ലാം പറഞ്ഞ് വേട്ടയാടി, അദ്ദേഹത്തിനെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ വന്നു. പക്ഷെ അദ്ദേഹം എവിടേക്ക് പോകുന്നു? മരണത്തിന്റെ പിന്നെന്താ പറഞ്ഞത്, വ്യാപാരി എന്ന് പറഞ്ഞു, കൊല്ലാനായിട്ട് വംശഹത്യയുടെ നായകനാണെന്ന് പറഞ്ഞു, അംബാനിയുടെ സുഹൃത്താണെന്ന് പറഞ്ഞു, അദാനിയോടൊപ്പം പറക്കുന്നു. വല്ല സത്യമുണ്ട്. സൂട്ട് ബൂട്ട് സർക്കാരാണെന്ന് പറഞ്ഞു, നീരവ് മോദിയെ വിട്ടു. ഇതൊക്കെ കോൺഗ്രസ് ചെയ്തതാണ്. പക്ഷെ അപ്പോഴും മോദി എല്ലാം മോദിയാണ്. പക്ഷെ മോദി ഇതൊന്നും മൈൻഡ് ചെയ്തില്ല. മോദിയുടെ പ്രതിച്ഛായക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ചൌക്കിദാർ ചോർ എന്ന് പറഞ്ഞിട്ട് എന്തായി? റഫാൽ കള്ളൻ എന്ന് പറഞ്ഞിട്ട് എന്തായി? എവിടെ എത്തി? ഇപ്പൊ ഇലക്ട്രൽ ബോണ്ട് എന്താവും? ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും മോദിയാണ് ശരിയെന്ന് കാലം തെളിയിക്കുന്നു. കാരണം 2014 വരെ തെരഞ്ഞെടുപ്പിന്റെ ചെലവുകൾ എവിടെയാണ് ഈ കറൻസി ഒഴുകിയത്? ചോദ്യം അമിത്ഷാ ചോദിച്ചിട്ടുണ്ടല്ലോ. നാളെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ ഇതൊക്കെ കൃത്യമാവും. ഭരണഘടനാപരമല്ല എന്ന് സുപ്രീം കോടതി പറയുമ്പോഴേക്കും അതിൽ തട്ടിപ്പണം 6,000 കോടി BJPക്കും 14,000 കോടി പ്രതിപക്ഷത്തിനും കിട്ടിയത് എങ്ങനെയാണ് അഴിമതിയാവുന്നത്? ഈ കിട്ടിയവരാണ് ഈ വർത്തമാനം പറയുന്നത്. മാർട്ടിന്റെ കാശ് ആരാണ് വാങ്ങിയത്? BJP ആണോ? DMKയുടെ കയ്യിൽ നിന്ന് 10 കോടി രൂപ യാതൊരു നാണവുമില്ലാതെ വാങ്ങി പോക്കറ്റിലിട്ട ആളാണ് പിണറായി വിജയൻ. മോദി എല്ലാം വാങ്ങിയിരിക്കും, BJP എല്ലാം വാങ്ങിയിരിക്കും. ട്രാൻസ്പെറന്റ് ആണ്, SBI വഴിയാണ്. അല്ലാതെ ആരുടെടുത്തും പോയിട്ട് കറൻസി വാങ്ങിയിട്ടില്ല. കഴിഞ്ഞ തവണ കള്ളപ്പണ ആരോപണം ഞങ്ങൾക്കെതിരെ വന്നു. ഞാൻ അന്നും പറഞ്ഞല്ലോ, 1 രൂപയുടെ ഇടപാട് ഡിജിറ്റൽ അല്ലാതെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇതെല്ലാം വളരെ ക്ലിയറാണ്, ക്രിസ്റ്റൽ ക്ലിയറാണ്. കാരണം ഞങ്ങൾക്കൊരു ശരിയായ വഴിയുണ്ട്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് ശരിയായ മാർഗത്തിൽ ഞങ്ങൾ പോകുന്നു. അതുകൊണ്ട് ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യുന്നത്. വിശ്വാസികൾക്ക് വേണ്ടി പോരാടിയ പോരാളി എന്നുള്ള ഇമേജ് നിൽക്കുന്നുണ്ടാവാം. കെ സുരേന്ദ്രന്റെ ആവശ്യത്തിന് ആക്രമണോത്സുകനാകുന്നില്ല. സോഷ്യൽ മീഡിയയിൽ വരുന്ന വിമർശനങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കുന്നില്ല എന്നൊരു വികാരം അല്ലെങ്കിൽ വിമർശനം ഒരുപക്ഷെ ഒരു സംസ്ഥാന അധ്യക്ഷന്റെ അല്ലല്ല. നമ്മൾ രാഷ്ട്രീയത്തിൽ പല ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഞാൻ കല്ലെറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നിൽ നിന്ന് ഇപ്പോൾ ഞാൻ കല്ലെറിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? പോലീസിനെ കാണുമ്പോൾ ഞാൻ അടിക്കുമ്പോൾ ഞാൻ തിരിച്ചാക്രമിച്ചിട്ടുണ്ട്. അതൊക്കെ അന്നത്തെ കാലമാണ്. ഇപ്പൊ BJP സംസ്ഥാന പ്രസിഡന്റ് ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചിനിടയിൽ കല്ലെറിഞ്ഞു നാളെ വന്നാൽ എന്തായിരിക്കും? പോലീസ് ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുമ്പോൾ ഗ്രനേഡ് എറിയുമ്പോൾ ആ ഗ്രനേഡ് തിരിച്ചെടുത്ത് എറിഞ്ഞ് ഞാൻ അങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുമ്പിൽ തന്നെ ഞങ്ങൾക്കെതിരെ ഗ്രനേഡ് എറിഞ്ഞപ്പോൾ ആ ഗ്രനേഡ് തട്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ രാഷ്ട്രീയത്തിൽ നമ്മൾ ഓരോ ഘട്ടങ്ങളിലൂടെ പോവാണ്.
നമ്മൾ രാഷ്ട്രീയമാണ് പറയുന്നത്. അറ്റാക്ക് ചെയ്യുന്നത് പൊളിറ്റിക്സാണ്. അവരുടെ നിഷേധാത്മക രാഷ്ട്രീയത്തിനെതിരായ ശരിയായ നിലപാടെടുക്കുന്നു. ആ നിലപാടിന് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് അംഗീകാരം ലഭിക്കും. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. ഈ പ്രാവശ്യം ഗവൺമെന്റ് ഉണ്ടാക്കുമോ അടുത്ത പ്രാവശ്യം ഗവൺമെന്റ് ഉണ്ടാക്കുമെന്നല്ല. ഈ പ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിന് വഴി തുറക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിൽ BJP ഗവൺമെന്റിനെ ജനങ്ങൾ സ്വീകരിക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വളരെ ക്രൂഷ്യലാണ്, കോൺഗ്രസിനെ സംബന്ധിച്ചും LDFനെ സംബന്ധിച്ചും ഞങ്ങളെ സംബന്ധിച്ചും. പക്ഷെ ഞങ്ങൾ ഇത്തവണ ഈ കാര്യത്തിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു കഠിനമായ പാത ഞങ്ങൾ ഇത്തവണ വെട്ടി തുറക്കും, അത് സംശയമില്ല. കാത്തിരിക്കുന്നത് വലിയ ദൗത്യമാണ്, മുന്നിൽ വലിയ വെല്ലുവിളികളാണ്. എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം.